നമസ്കാരം പ്രിയപ്പെട്ടവരെ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ വാർത്ത ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കേട്ടതല്ലേ. നമ്മൾ ഈ CJ റോയി അറിയപ്പെടുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബിളന്ന ചില സിനിമകളൊക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. കാസിനോവ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സിനിമ, അങ്ങനെ ഒരുപാട് 3-4 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും മിഡിബയിലും ഒക്കെ വലിയ രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങളുണ്ട്. വലിയൊരു ബിസിനസ് മാനാണ്. അതിലുപരി അദ്ദേഹം ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരു പാവം പിടിച്ചൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ വീട് തേടി ചെന്നിട്ട് സഹായിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പം നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ കഴിഞ്ഞ 3 മാസമായിട്ട് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പല ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ബാംഗ്ലൂരിലെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ശക്തമായ രീതിയിലുള്ള റെയ്ഡാണ് ഈ ആദായ നികുതി വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും CJ റോയിയെ മെനഞ്ഞാന്നാണ് ഈ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ആ ഒരു കിട്ടിയ ഗ്യാപ്പിനാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കയറിയിട്ട് സ്വന്തം റിവോൾവർ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത. എന്നാൽ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടത് ഇദ്ദേഹം തലയ്ക്ക് വെടിവെച്ചു എന്നുള്ള വാർത്തയാണ്. പിന്നീട് ഇപ്പം ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ, നമ്മുടെ ഈ മറുനാടനെ പോലുള്ള ആളുകളുടെ വാർത്തയിൽ വരുന്നത് ഇദ്ദേഹം നെഞ്ചത്ത് വെടിവെച്ചു മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ 3 ദിവസത്തെ റെയ്ഡ് നടക്കുമ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളിലൊന്നും ഈ ഒരു വാർത്ത വന്നിട്ടില്ല എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ ഒരു വാർത്ത വരുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വസതിയിലും ഇദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലൊക്കെ കാര്യമായ രീതിയിലുള്ള റെയ്ഡുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ CJ റോയി ഈ പൊതുസമൂഹത്തിൽ അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിന് കൃത്യമായിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിലാണെങ്കിലും കൊള്ളാം, വിദേശത്താണെങ്കിലും കൊള്ളാം, ഇന്ത്യയിലാണെങ്കിലും എല്ലാം കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് വലിയ ദുരൂഹതകളുണ്ട് എന്ന് CJ റോയിയുടെ സഹോദരനും അവരുടെ കുടുംബങ്ങളും പറയുന്നുണ്ട്. ഭാര്യയോട് ഏതാണ്ട് ഒരു 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹം സംസാരിച്ചതായിട്ടുള്ള ഒരു വാർത്ത ഇതേ മറുനാടൻ മലയാളിയിൽ തന്നെ വരുന്നുണ്ട്. എനിക്കിനി നേരിട്ട് ഇനി ഭാര്യ തന്നെ ഈ സമയത്ത് വിളിച്ച് ഇവനോട് പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. പറയുന്നു CJ റോയി ഭാര്യയോട് സംസാരിച്ചെന്ന്, ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയുന്നു പോലും നമുക്ക് ഈ സ്വത്തും ഇതൊന്നും വേണ്ട, സുഖസുന്ദരമായിട്ട് മക്കളുമായിട്ട് മാറിപ്പോയി താമസിക്കാം എന്നൊക്കെ പറയുന്ന തരത്തിൽ അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഈ റീച്ചിന് വേണ്ടി എന്തൊക്കെ തെണ്ടിത്തരങ്ങൾ പറഞ്ഞ് ഒപ്പിക്കാവതെല്ലാം ഈ വൃത്തികെട്ട ഓളികൾ നിന്നുകൊണ്ട് ഇയാളെ കുറിച്ചിട്ട് ഇപ്പം ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും CJ റോയി ആത്മഹത്യ ചെയ്യാനായിട്ടുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ മാനസികമായി വല്ലാത്ത രീതിയിലുള്ള ടോർച്ചറിങ് ഇവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഷുവറാണ്. അല്ലെങ്കിൽ ഇത്രയും കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾ, കൃത്യമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ഇപ്പം നമ്മുടെ ഏഷ്യനെറ്റിനകത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം അതിൻ്റെ സ്പോൺസർ അയാളാണ്. പല ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളുടെയും പരിപാടികളുടെ സ്പോൺസറൊക്കെ ഈ CJ റോയി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അപ്പം ഇത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ മാനസികമായിട്ട് ചൂഷണം പീഡിപ്പിക്കുക ചെയ്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കേണ്ടി വന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും നമുക്ക് 24 ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു ചർച്ചയിൽ നമ്മുടെ ആഷ്മിയും അതുപോലെ തന്നെ രാഹുൽ ഈശ്വരും ഒക്കെ പറയുന്നത് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം. രാഹുൽ ഈശ്വർ, ഇവിടെ എന്താണ് ആ കേസിൻ്റെ ഡീറ്റെയിൽസ്? എന്തുകൊണ്ടാണ് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ്, എന്തുകൊണ്ടാണ് ആ സമ്മർദ്ദത്തിലേക്ക് പോയത് എന്നൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ പറയട്ടെ. പക്ഷേ എന്താണ് ഒരു കാശുകാരനാവുക എന്നുള്ളത് ഒരു കുറ്റക്കാരനെ പോലെ നമ്മൾ കാണാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വളർത്തി, അതോടൊപ്പം ഒരുപാട് മനുഷ്യരെ കൂടെ ചേർത്ത് നിർത്തി, ഒരുപാട് പേരെ വളർത്തി, ഒരുപാട് കുടുംബത്തിന് അന്നം ഉണ്ടാക്കി കൊടുത്തു, ഒരുപാട് സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കർണാടക സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് കോടികൾ ടാക്സ് കൊടുത്ത് രാജ്യനിർമ്മാണത്തിലൊക്കെ പങ്കാളിയായ ഒരു മനുഷ്യൻ കൂടിയാണ്. അതിനെ അങ്ങനെ കൂടെ കാണണം രാഹുൽ. കറക്റ്റ്, തീർച്ചയായിട്ടും ഹാഷ്മി പറഞ്ഞാണ് കറക്റ്റ്. നേരത്തെ ശ്രീ ബൈജു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ $1 ബില്യൺ ആണ് ഇദ്ദേഹത്തിൻ്റെ അസറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 9,000 കോടിയോ 9,100 കോടിയോ ഒക്കെ ആസ്തിയുള്ളൊരു മനുഷ്യനാണ്. ആ വ്യക്തിയെ പോലും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ED റെയ്ഡോ IT റെയ്ഡോ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ചിന്താവിഷയമാക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് പോലീസ് പോലും ഔദ്യോഗികമായിട്ട് ആ കോണ്ടെക്സ്റ്റ് പറയുകയുണ്ടായി. മാധ്യമങ്ങൾ മാത്രമല്ല, വളരെ ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുന്ന അവിടുത്തെ പോലീസും കൂടി വന്ന് IT റെയ്ഡുകളുടെ കാര്യം സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എത്രമാത്രമാണ് നിയമ സംവിധാനങ്ങളുടെയും നീതിന്യായ സംവിധാനങ്ങളുടെയും
ഒരു കോണ്ടെക്സ്റ്റിൽ മിസ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അറിയില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുക എന്ന് നമുക്ക് പലപ്പോഴും അറിയാം. ശ്രീനന്ദ നായർ സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാം പല പരിപാടികളും വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മലയാളികൾക്ക് പുതിയ അഭിമാനമാണ്. ബാംഗ്ലൂരിലടക്കമുള്ള മേഖലയിൽ ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റും ബാക്കി ഒരുപാട് കാര്യങ്ങളിലുള്ള വ്യക്തിയാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർക്ക് സപ്പോർട്ടായിരുന്നു. പലപ്പോഴും കലാരംഗത്തും മറ്റുമൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുത്ത വ്യക്തിയാണ്. ഡീറ്റെയിൽസ് അറിയണം, നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യരുത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ആഴമേറിയ ഒരു ഇതിലേക്ക് നമ്മൾ പോകണം. അത് ഒന്ന് മനുഷ്യനായതുകൊണ്ടും രണ്ട് മലയാളി ആയതുകൊണ്ടും ഏത് മനുഷ്യനോടും നമുക്കൊരു നീതിബോധമുണ്ട്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ മലയാളികൾക്കും അങ്ങനെയുള്ള ഒരു അഭിമാനമാണ്. രണ്ട്, ദൈവത്തെ ഓർത്ത് നമ്മൾ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സ്, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റവും നമ്മുടെ നാട്ടിൽ വേണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാകാറില്ല. സമ്പത്ത് ഉണ്ടാക്കുന്നവൻ മോശക്കാരനാണ് എന്ന ധാരണ പണ്ട് നമുക്കുണ്ടായിരുന്നു, ഇന്ന് കുറേയൊക്കെ മാറി വരികയാണ്. അപ്പോൾ ആ സമ്പത്ത് ഉണ്ടാക്കുന്ന വെൽത്ത് ക്രിയേറ്റേഴ്സ്, വെൽത്ത് ജനറേറ്റേഴ്സ് എന്നൊക്കെയാണ് പറയുക, അവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു എക്കോസിസ്റ്റവും അവരടക്കമുള്ള ഒരു പക്ഷേ അപമാനഭാരം കൊണ്ടായിരിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന് 1000 കോടി ഫൈൻ അടിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകില്ല. അപമാനഭാരമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം ടാർണിഷ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചായിരിക്കാം. നമ്മുടെ ഏജൻസികൾ, ഞാൻ ഒരു ഏജൻസിയും കുറ്റം പറയുകയല്ല, പക്ഷേ കൺവിക്ഷൻ റേറ്റ് ഒക്കെ പത്തറ്റിക്കലി ലോ ആണ്. ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അടക്കം ലോകസഭയിൽ റിട്ടൺ റെസ്പോൺസായി പറയുന്ന ചില ഏജൻസികളുടെ കൺവിക്ഷൻ റേറ്റ്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോ ബിസിനസ്സുകാരോ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന റേറ്റുകൾ വളരെ നെഗ്ലിജിബിളി ലോ ആണ്. 1% താഴെയുള്ള കൺവിക്ഷൻ റേറ്റ് പോലും ഉണ്ട്. അപ്പം പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സമ്മർദ്ദതന്ത്രമായി ഒരു ബിസിനസ്സുകാരനെ വേട്ടയാടി കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ ഏതെങ്കിലും രീതിയിൽ ഇലക്ടോറൽ ബോൺസിനോ ബാക്കി സംഭാവനകൾ വിരിക്കാനോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ഒരു ED ഉദ്യോഗസ്ഥരുടെ നടപടിയൊക്കെ ഉണ്ട്, നമുക്കറിയില്ല, നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ. എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തേക്ക് വരണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. ഇപ്പൊ ED ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആദായ നികുതി വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നിരന്തരം മാനസികമായി ചൂഷണം പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ രീതിയിൽ തന്നെ അർഹിക്കുന്ന ശിക്ഷ അവർക്കൊക്കെ ലഭിക്കും. ഇങ്ങനെയും ചിന്തിക്കാം. കാരണം ഇദ്ദേഹം ഇപ്പം രാജ്യം ഭരിക്കുന്നവരുടെ ഭാഗമായിട്ട് നിന്നിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ഇന്ന് ഈ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ ഗതികേടോ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു നിഗമനം. കാരണം അത് പല ആളുകളുടെയും കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 2020 ഒരു വൃത്തികെട്ട ഒരുത്തനുണ്ടല്ലോ, അവനെതിരെ അന്വേഷണം വരും എന്ന് കണ്ട ഘട്ടത്തിലാണ് അവൻ പറഞ്ഞ BJPയിലേക്ക് ചാടി കയറിയത് അല്ലേ. അപ്പം ഈ ആദായ നികുതി വകുപ്പിന് CJ റോയി ഏതെങ്കിലും തരത്തിൽ ടാക്സ് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 1000 കോടി, രാഹുൽ ഈശ്വർ പറഞ്ഞ 1000 കോടി കൊടുത്താലൊന്നും അദ്ദേഹത്തിനൊരു വിഷയം ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് മാനസികമായിട്ട് ഇദ്ദേഹത്തെ അത്രയധികം ഹരാസ്മെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ജീവൻ ഒടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കത്തില്ല. അത് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിക്കുന്നത് ഇതിനകത്ത് ദുരൂഹതകളുണ്ട്. ഏതോ ഒരു ഇൻകം ടാക്സ് ഓഫീസറിൻ്റെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് അവർ പരാമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതുവരെ ഒരു മാധ്യമങ്ങൾക്ക് പോലും ഈ ഒരു വാർത്ത അറിയാൻ സാധിച്ചില്ല. കാരണം CJ റോയി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കേരളത്തിലേന്നല്ല, ഇന്ത്യയിൽ തന്നെ വിദേശത്തുള്ള പല വലിയ വലിയ ചാനലുകൾക്കൊക്കെ അദ്ദേഹം സ്പോൺസർ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം അതിനകത്തൊക്കെ സജീവമായിട്ട് വരുന്ന ഒരാളാണ്. അപ്പം എന്തോ കാര്യമായ രീതിയിൽ ഇദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഈ വിഭാഗങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഈ സൂയിസൈഡിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും സത്യം പുറത്ത് വരട്ടെ. കാരണം ഇതുപോലെ രാജ്യത്തിന് ഗുണമുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്ത് അവരുടെ പരിധിക്ക് വരാത്തവരെയൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്ത് അവരുടെ സ്വത്തും സമ്പത്തും അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ആപത്തിലേക്കേ പോകത്തുള്ളൂ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുടുംബത്തിന് ആ കുടുംബത്തിന് അതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനായിട്ടുള്ള ശക്തി ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാം. ഒരുപാട് ആളുകൾക്ക് അന്നം നൽകിയിട്ടുള്ളൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. രാജ്യദ്രോഹ പ്രവർത്തനമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം പങ്കുചേരുന്നു. ഒരു വീഡിയോ കാണാം.